നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിലെ നയങ്ങളിൽ വ്യാപകമായ പുനഃപരിശോധനയ്ക്കൊരുങ്ങി ഗ്രീൻ പാർട്ടി. നടപടി ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി ബ്രിട്ടന് വേണ്ടി ഒരുക്കിയ ഒരു കൂട്ടം പദ്ധതികൾ ഡെയിലി മെയിൽ പുറത്തു കൊണ്ടുവന്നതോടെ രാജകുടുംബത്തിന്റെ അധികാരം അവസാനിപ്പിക്കുക, അനധികൃത കുടിയേറ്റക്കാർക്കെല്ലാം സൗജന്യ വീടും ജോലി ചെയ്യാതെ തന്നെ വേതനവും നൽകുക, മോട്ടോർവേകളിലെ വേഗപരിധി കുറയ്ക്കുക തുടങ്ങിയ പദ്ധതികൾ ഗ്രീൻസിന്റെ നയപരിപാടികളിൽ ഉൾപ്പെടുത്തി. വേഗതാ പരിധി മണിക്കൂറിൽ 55 മൈലായി കുറയ്ക്കുന്നതും സായുധ സേനയുടെ വലിപ്പം കുറയ്ക്കുന്നതും ഉൾപ്പെടെ ഗ്രീൻസിന്റെ പല നയങ്ങളും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായി. യുകെയിലെ 5 ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരുടെ രഹസ്യാരോഗ്യ വിവരങ്ങൾ ചൈനീസ് വെബ്സൈറ്റായ അലിബാബയിൽ വിൽപ്പനയ്ക്ക് വെച്ചതായി സ്ഥിരീകരിച്ച യുകെ സർക്കാർ. അലിബാബയിൽ 3 വ്യത്യസ്ത ലിസ്റ്റിംഗുകളിലായി കണ്ടെത്തിയത് യുകെ ബയോബാങ്ക് പ്രോജക്റ്റിലെ അംഗങ്ങളുടെ വിവരങ്ങൾ. ചോർന്നത് യുകെ ബയോബാങ്ക് ഡേറ്റ, ജനിതക ശ്രേണികൾ, ബ്രെയിൻ സ്കാനുകൾ, രക്തസാമ്പിളുകൾ, രോഗനിർണയ രേഖകൾ തുടങ്ങിയ അതീവ നിർണായക വിവരങ്ങൾ. ഡേറ്റ ചോർച്ച കടുത്ത സ്വകാര്യതാ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തതായി അലിബാബ. ചെറുയാനങ്ങളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്താൻ ശ്രമിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഫ്രാൻസ് നാടുകടത്തും. അഭയാർത്ഥികളെ നാടുകടത്താൻ ഫ്രാൻസ് ഡൺക്രിക്കിലുള്ള ഡിറ്റൻഷൻ സെന്റർ ഉപയോഗിക്കുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മാമു. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിന് ബ്രിട്ടൻ ഫ്രാൻസിന് പണം നൽകുമെന്ന് ഡെയിലി എക്സ്പ്രസ്. പുതിയ നടപടി ലേബർ സർക്കാർ ഇമാനുവൽ മാക്രോൺ സർക്കാരുമായി ഉണ്ടാക്കിയ 660 മില്യൺ പൗണ്ടിന്റെ കരാറിന്റെ ഭാഗമായി. നാടുകടത്തലിന് ബ്രിട്ടന്റെ പൊതുഖജനാവിൽ നിന്നും ലക്ഷക്കണക്കിന് പൗണ്ട് ഫ്രാൻസിന് നൽകുകയാണെന്ന ആരോപണവുമായി റിഫോം യുകെ. ഇറാനുമായുള്ള നിലവിലെ സൈനിക സംഘർഷത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സാധാരണ നിലയിലുള്ള ആക്രമണങ്ങളിലൂടെ തന്നെ ഇറാന്റെ സൈനിക ശക്തിയെ അമേരിക്ക പൂർണ്ണമായും തകർത്തിട്ടുണ്ടെന്നും അതിനാൽ ആണവായുധങ്ങളുടെ ആവശ്യം ഉദിക്കുന്നില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഒരു രാജ്യവും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും സമാധാന ചർച്ചകൾക്കായി താൻ തിടുക്കം കാണിക്കുന്നില്ല എന്നും ദീർഘകാലം നിലനിൽക്കുന്ന സുശക്തമായ ഒരു കരാറാണ് ലക്ഷ്യമെന്നും ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെയും ചൈനയെയും നരകക്കുഴികൾ എന്ന് പരാമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ പരിഹസിച്ച് ഇറാൻ ട്രംപിനെ പരിഹസിച്ച് രംഗത്തെത്തിയത് അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കിട്ടതിന് പിന്നാലെ. മഹാരാഷ്ട്രയുടെ സമ്പന്നമായ സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ പൈതൃകം രേഖപ്പെടുത്തുന്ന വീഡിയോ പങ്കിട്ട് മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് ജനറൽ. മഹാരാഷ്ട്രയിലേക്ക് ഒരു യാത്ര US നേതാവിന് സാംസ്കാരിക വിഷമുക്തമാക്കലായിരിക്കുമെന്ന് ഇറാന്റെ പരിഹാസം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ട് രേഖപ്പെടുത്തിയത് 92.88% പേർ. വോട്ട് ചെയ്തവരിൽ ഭൂരിഭാഗവും സ്ത്രീകൾ. ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയെങ്കിലും ബൂത്തിലെത്തിയ ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 12% കുറവുണ്ടായതായി സൂചന. അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് വോട്ടർമാരുടെ കുറവായി പ്രതിഫലിച്ചതെന്ന് BJP. ഏപ്രിൽ 29 നടക്കുന്ന 2ാം ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടുക 142 മണ്ഡലങ്ങൾ. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പാമ്പുകടിയേറ്റ് 3 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരിച്ചവരിൽ 2 പേർ കുഞ്ഞുങ്ങളാണെന്നത് ആ ദുഃഖത്തിന്റെ ആഴം കൂട്ടുന്നുവെന്നും മുഖ്യന്റെ പോസ്റ്റ്. ചൂട് വളരെ രൂക്ഷമായ കാലാവസ്ഥയിൽ പാമ്പുകടിയേൽക്കാനുള്ള സാധ്യത സാധാരണയുള്ളതിനേക്കാൾ കൂടുതലാണെന്നും അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും നിർദ്ദേശം. പ്രധാനമന്ത്രിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ കമ്മീഷൻ നടപടി സ്വീകരിച്ചില്ല എന്ന് KC വേണുഗോപാൽ. മോദി ആക്ഷേപിച്ച കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഖർഗെയോട് വിശദീകരണം തേടിയ സംഭവം വിചിത്രമായ കാര്യമാണെന്നും 24 മണിക്കൂർ മാത്രമാണ് മറുപടി നൽകാൻ സമയം നൽകിയതെന്നും KC. പ്രധാനമന്ത്രിയുടെ അഭിസംബോധന നഗ്നമായ ചട്ടലംഘനമാണെന്നും പ്രധാനമന്ത്രിക്ക് കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകിയെന്നും KCയുടെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി ചർച്ചകളോട് താല്പര്യമില്ല എന്നും അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നും ചർച്ച ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നും KCയുടെ പരാമർശം. വാർത്തകൾ വിശദമായി. ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി ബ്രിട്ടന് വേണ്ടി ഒരുക്കിയ ഒരു കൂട്ടം പദ്ധതികൾ ഡെയിലി മെയിൽ പുറത്തു കൊണ്ടുവന്നതോടെ നയങ്ങളിൽ വ്യാപകമായ പുനഃപരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് ഗ്രീൻ പാർട്ടി. രാജകുടുംബത്തിന്റെ അധികാരം അവസാനിപ്പിക്കുക, അനധികൃത കുടിയേറ്റക്കാർക്കെല്ലാം സൗജന്യ വീടും ജോലി ചെയ്യാതെ തന്നെ വേതനവും നൽകുക, മോട്ടോർവേകളിലെ വേഗപരിധി കുറയ്ക്കുക തുടങ്ങിയ ഒരു കൂട്ടം പദ്ധതികളായിരുന്നു ഗ്രീൻസിന്റെ നയപരിപാടികളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. തങ്ങളുടെ നയങ്ങളിൽ വ്യാപകമായ ഒരു പുനഃപരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് ഗ്രീൻ പാർട്ടി എന്ന് റിപ്പോർട്ട്. ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി ബ്രിട്ടന് വേണ്ടി ഒരുക്കിയ ഒരു കൂട്ടം പദ്ധതികൾ ഡെയിലി മെയിൽ പുറത്തു കൊണ്ടുവന്നതോടെയാണ് നടപടി. വേഗതാ പരിധി മണിക്കൂറിൽ 55 മൈലായി കുറയ്ക്കുന്നതും സായുധ സേനയുടെ വലിപ്പം കുറയ്ക്കുന്നതും ഉൾപ്പെടെ ഡെയിലി മെയിൽ പുറത്തു കൊണ്ടുവന്ന ഗ്രീൻസിന്റെ പല നയങ്ങളും കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. തങ്ങളെ തല്ലാൻ ഡെയിലി മെയിലിന് നൽകിയ വടിയായി കുറെ നയപരിപാടികൾ രൂപീകരിച്ചു എന്നതുപോലെയായി കാര്യങ്ങളെന്നാണ് ഗ്രീൻസ് പാർട്ടിയുടെ ഒരു നേതാവ് പ്രതികരിച്ചത്.
അതിരുകളില്ലാത്ത ലോകം എന്ന പാഴ്ക്കിനാവ് കൊണ്ട് നടക്കുന്ന പാർട്ടിയുടെ കുടിയേറ്റ നയം പക്ഷേ സാധാരണക്കാർക്ക് ദഹിക്കുന്നില്ല എന്നാണ് മറ്റൊരു ഗ്രീൻസ് നേതാവ് പറഞ്ഞത്. ഇത് തീർച്ചയായും പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നും ആ നേതാവ് പറഞ്ഞു. ഗ്രീൻസിന്റെ കുടിയേറ്റ നയം അനുസരിച്ച് ബ്രിട്ടനിലെത്തുന്ന എല്ലാ അനധികൃത കുടിയേറ്റക്കാർക്കും സൗജന്യ വീടുകൾ ലഭിക്കും. ജോലി ചെയ്യാതെ തന്നെ വേതനം ഉറപ്പാക്കുകയും ഒപ്പം അവർക്ക് ബ്രിട്ടീഷ് മണ്ണിൽ കാലുകുത്തിയ നിമിഷം മുതൽ NHSന്റെ എല്ലാ സേവനങ്ങളും തികച്ചും സൗജന്യമായി നൽകുകയും ചെയ്യും. പാർട്ടിയുടെ ഗതാഗത നയത്തിൽ മോട്ടോർവേകളിലെ പരമാവധി വേഗത മണിക്കൂറിൽ 55 മൈലാക്കുന്നതിന് പുറമെ ഡ്രൈവർമാർ ഓരോ 5 വർഷക്കാലം കൂടുമ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തിരിക്കണമെന്ന നിബന്ധനയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നയവും പുനഃപരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയ മറ്റു നയപരിപാടികളിൽ ബ്രിട്ടീഷ് സായുധ സൈന്യത്തിന്റെ വലിപ്പം കുറയ്ക്കുമെന്നും ആണവായുധങ്ങൾ ഉപേക്ഷിക്കുമെന്നും പറയുന്നു. ഗ്രീൻസിന്റെ ഭരണത്തിന് കീഴിൽ ആക്രമണത്തിൽ ഊന്നിയുള്ള പ്രതിരോധ തന്ത്രം ഉണ്ടാവില്ല എന്നും നയപരിപാടികളിൽ പറയുന്നുണ്ട്. എന്നാൽ ഹെറോയിൻ, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ നിയമവിധേയമാക്കാനുള്ള തീരുമാനത്തോടെ പാർട്ടിക്കുള്ളിലെ ഭൂരിഭാഗം നേതാക്കൾക്കും യോജിപ്പില്ല എന്നാണ് അറിയുന്നത്. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങിക്കൊടുക്കുകയില്ല എന്നും അത്തരം നയങ്ങളെ തുറന്നെതിർക്കുമെന്നും ചില നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ഘടനയിലും ചില മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പൊളാൻസ്കി പറഞ്ഞിട്ടുണ്ട്. നയപരിപാടികളിലെ വിശകലനത്തിനോടൊപ്പം ഇതിന്റെ വിശകലനവും പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തിൽ നടക്കും. അംഗങ്ങളെക്കാൾ നയപരിപാടികൾ തീരുമാനിക്കുന്നതിൽ നേതാക്കൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിൽ പാർട്ടി പ്രവർത്തന രീതി മാറ്റാനാണ് പൊളാൻസ്കിയുടെ ഉദ്ദേശം. UK-യിലെ 5 ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരുടെ രഹസ്യാരോഗ്യ വിവരങ്ങൾ ചൈനീസ് വെബ്സൈറ്റായ അലിബാബയിൽ വിൽപ്പനയ്ക്ക് വെച്ചതായി UK സർക്കാർ സ്ഥിരീകരിച്ചു. UK ബയോബാങ്ക് പ്രൊജക്ടിലെ അംഗങ്ങളുടെ വിവരങ്ങളാണ് കഴിഞ്ഞയാഴ്ച 3 വ്യത്യസ്ത ലിസ്റ്റിംഗുകളിലായി അലിബാബയിൽ വിൽപ്പനയ്ക്ക് കണ്ടെത്തിയത്. UK-യിലെ 5 ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരുടെ രഹസ്യാരോഗ്യ വിവരങ്ങൾ ചൈനീസ് വെബ്സൈറ്റായ അലിബാബയിൽ വിൽപ്പനയ്ക്ക് വെച്ചതായി UK സർക്കാർ സ്ഥിരീകരിച്ചതോടെ സാങ്കേതിക വകുപ്പ് മന്ത്രി ഇയാൻ മുറയുടെ നേതൃത്വത്തിൽ ചൈനീസ് സർക്കാരുമായും അലിബാബയുമായും സംസാരിക്കുകയും തുടർന്ന് ഈ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. അലിബാബയിലൂടെ ഈ ഡേറ്റ ആരും വാങ്ങിയില്ല എന്നാണ് നിലവിൽ കരുതുന്നത്. ഈ വിഷയം ഗൗരവമായി എടുക്കുകയും വേഗത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്ത ചൈനീസ് ഭരണകൂടത്തിന് മന്ത്രി മുറെ നന്ദി രേഖപ്പെടുത്തി. ജനിതക ശ്രേണികൾ, ബ്രെയിൻ സ്കാനുകൾ, രക്തസാമ്പിളുകൾ, രോഗനിർണയ രേഖകൾ തുടങ്ങിയ അതീവ നിർണായക വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് UK ബയോബാങ്ക് ഡേറ്റ. വ്യക്തികളുടെ പേരുകളോ മേൽവിലാസങ്ങളോ കൃത്യമായ ജനന തീയതിയോ ഇതിൽ ഉൾപ്പെടുന്നില്ല. അതിനാൽ ഈ വിവരങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയാനാവില്ല. എങ്കിലും ഇത് കടുത്ത സ്വകാര്യത ഭീഷണി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ മാസം ചോർന്ന സമാനമായ മറ്റൊരു ഡേറ്റയിൽ നിന്ന് ഒരു വ്യക്തിയുടെ വിവരങ്ങൾ കൃത്യമായി കണ്ടെത്താൻ ഗാർഡിയൻ പത്രത്തിന് കഴിഞ്ഞിരുന്നു. 2024 മുതൽ സുരക്ഷയുടെ ഭാഗമായി ക്ലൗഡ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമിലാണ് ഗവേഷകർ വിവരങ്ങൾ വിശകലനം ചെയ്യേണ്ടിയിരുന്നത്. ഗവേഷകർ ഡേറ്റ ഡൗൺലോഡ് ചെയ്യരുതെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും ഇത് തടയാൻ സാങ്കേതികമായ യാതൊരു തടസ്സങ്ങളും ബയോബാങ്ക് ഏർപ്പെടുത്തിയിരുന്നില്ല. സംഭവത്തെ തുടർന്ന് ഡേറ്റ ചോർച്ചയുടെ ഉറവിടമെന്ന് കണ്ടെത്തിയ 3 ഗവേഷണ സ്ഥാപനങ്ങളുടെ ബയോബാങ്കിലേക്കുള്ള പ്രവേശനം സർക്കാർ റദ്ദാക്കി. കൂടാതെ ബയോബാങ്കിലെ എല്ലാ വിവരങ്ങളിലേക്കുമുള്ള ആക്സസ് താൽക്കാലികമായി നിർത്തിവെച്ചു. സംഭവത്തിൽ UK ബയോബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് പ്രൊഫസർ റോറി കുളിൻസ് ക്ഷമാപണം നടത്തി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാങ്കേതിക വിദ്യയും അതിന്റെ പ്രവർത്തനങ്ങളും നവീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡേറ്റ ഡൗൺലോഡ് ചെയ്യുന്നത് പൂർണ്ണമായി തടയാനുള്ള പുതിയ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനായി റിസർച്ച് പ്ലാറ്റ്ഫോം അടുത്ത 3 ആഴ്ചത്തേക്ക് ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടെന്നും കൊളിൻസ് അറിയിച്ചു. ചെറുയാനങ്ങളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്താൻ ശ്രമിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഫ്രാൻസ് നാടുകടത്തും. ഓരോ വർഷവും 100 കണക്കിന് അഭയാർത്ഥികളെ നാടുകടത്താൻ ഫ്രാൻസ് ഡൺക്രിക്കിലുള്ള ഒരു ഡിറ്റൻഷൻ സെന്റർ ഉപയോഗിക്കുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് സ്ഥിരീകരിച്ചു. എന്നാൽ ഇത് ചെയ്യുന്നതിനായി ബ്രിട്ടൻ ഫ്രാൻസിന് പണം നൽകുമെന്നാണ് ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത്. ലേബർ സർക്കാർ ഇമാനുവൽ മാക്രോൺ സർക്കാരുമായി ഉണ്ടാക്കിയ 600 മില്യൺ പൗണ്ടിന്റെ കരാറിന്റെ ഭാഗമായിട്ടാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫ്രാൻസിൽ ചെറുയാനങ്ങളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്താൻ ശ്രമിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ വരുന്ന അഭയാർത്ഥികളെ അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അവർ കടന്നുവന്ന യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യത്തേക്കോ ആയിരിക്കും നാടുകടത്തുക എന്ന് ഹോം ഓഫീസ് അറിയിച്ചു. ഫ്രാൻസിൽ നിന്നും അഭയാർത്ഥികളെ നാടുകടത്താൻ ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടീഷ് പൊതുഖജനാവിൽ നിന്നും ലക്ഷക്കണക്കിന് പൗണ്ട് ഫ്രാൻസിന് നൽകുകയാണെന്ന ആരോപണവുമായി റിഫോം യുകെയുടെ ജനപ്രതിനിധി സിയ യൂസഫ് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു അന്യരാജ്യത്ത് അനധികൃതമായി പ്രവേശിക്കുന്നവരെ തിരികെ അയക്കാൻ ബ്രിട്ടൻ ആ രാജ്യത്തിന് പണം നൽകുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് പൊതുമുതലിന്റെ ദുരുപയോഗമാണെന്നും ബ്രിട്ടന്റെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ഡിറ്റൻഷൻ സെന്റർ പൂർത്തിയാകാൻ 9 മാസങ്ങൾ എടുക്കുമെന്നും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം അതിൽ വെറും 2 ബോട്ടുകളിൽ എത്തുന്ന അഭയാർത്ഥികളെ മാത്രമേ പരമാവധി ഉൾക്കൊള്ളാനാവൂ എന്നും ഓർമ്മിപ്പിച്ചു. ഈ 2 ബോട്ടുകളിൽ എത്തുന്നവരെ പറഞ്ഞുവിടുമ്പോഴേക്കും മറ്റായിരങ്ങൾ അനധികൃതമായി ബ്രിട്ടീഷ് മണ്ണിൽ പ്രവേശിച്ചിരിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു. അവരെ ബ്രിട്ടനിലെ നികുതിദായകരുടെ ചെലവിൽ പാർപ്പിക്കേണ്ടതായി വരുമെന്നും സിയ യൂസഫ് ആരോപിച്ചു. ഫ്രാൻസിലെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കേണ്ടത് ഫ്രാൻസിന്റെ ബാധ്യതയാണെന്നും അവരുമായി ബ്രിട്ടന് ബന്ധമൊന്നുമില്ല എന്നും ഓർമ്മിപ്പിച്ച ഷാഡോം ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് ഫ്രാൻസിലെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ ബ്രിട്ടീഷ് ജനതയുടെ നികുതി പണം ഉപയോഗിച്ച് നാടുകടത്താനുള്ള ഉപാധി ലേബർ സർക്കാർ ഫ്രാൻസുമായി ഉണ്ടാക്കിയ കരാറിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞു. കുടിയേറ്റ തൊഴിലാളികളും UK-യിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനും ചേർന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രതിനിധാനം ചെയ്യുന്ന ബിർമിംഗ്ഹാം നിയോജക മണ്ഡലത്തിൽ വ്യാപകമായ രീതിയിൽ ലഘുലേഖാ പ്രചരണം നടത്തും. ഇമിഗ്രേഷൻ നയങ്ങളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രചരണം.
കുടിയേറ്റ നയത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കുടിയേറ്റ കെയർ വർക്കർമാരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ലേബർ പാർട്ടിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള യൂണിസൺ യൂണിയൻ ആരോപിക്കുന്നത്. കുടിയേറ്റ തൊഴിലാളികളും യുകെയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനും ചേർന്ന് ഇമിഗ്രേഷൻ നയങ്ങളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രതിനിധാനം ചെയ്യുന്ന ബിർമിംഗ്ഹാം നിയോജക മണ്ഡലത്തിൽ വ്യാപകമായ രീതിയിൽ ലഘുലേഖാ പ്രചരണം നടത്തുമെന്ന് റിപ്പോർട്ടുകൾ. കുടിയേറ്റ നയത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കുടിയേറ്റ കെയർ വർക്കർമാരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് യൂണിസൺ യൂണിയന്റെ ശക്തമായ ആരോപണം. മൊത്തം കെയർ വർക്കർമാരിൽ 1/3 NHS തൊഴിലാളികളിൽ 5/1 കുടിയേറ്റക്കാരാണെന്നും യൂണിയൻ ഓർമ്മിപ്പിക്കുന്നു. യുകെയിൽ സ്ഥിരതാമസമാക്കുന്നതിനുള്ള അനുമതിക്കായി അപേക്ഷിക്കാൻ കുടിയേറ്റക്കാർ ബ്രിട്ടനിൽ കഴിയേണ്ട കാലാവധി 5 വർഷത്തിൽ നിന്നും 10 വർഷമായി ഇരട്ടിക്കുന്നതിനുള്ള ആശങ്കയും യൂണിയൻ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം സോഷ്യൽ കെയർ വർക്കർമാർ ഉൾപ്പെടെ ലോ സ്കിൽഡ് തൊഴിലാളികളായി പരിഗണിക്കുന്നവയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇത് 15 വർഷമാണ് താനും. ഹോം സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിലെ ലേഡിവുഡ് പ്രദേശത്തായിരിക്കും പ്രചരണത്തിന് തുടക്കം കുറിക്കുക. സമാനമായ രീതിയിൽ ഈ വിസകളുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പ് നിയമങ്ങളിലും മാറ്റം വരുത്തണമെന്ന് യൂണിയൻ ആവശ്യപ്പെടുന്നു. നിലവിൽ വിസ ലഭിക്കണമെങ്കിൽ തൊഴിലുടമകൾ സ്പോൺസർ ചെയ്തിരിക്കണം. ഇത് പലവിധത്തിലുള്ള ചൂഷണങ്ങൾക്കും വഴിതെളിക്കുമെന്നാണ് യൂണിയൻ ആരോപിക്കുന്നത്. അതിനു പകരമായി ഒരു പൊതുമേഖലാ സ്ഥാപനം സ്പോൺസർഷിപ്പുകൾ മാനേജ് ചെയ്യണമെന്ന ആവശ്യമാണ് യൂണിയൻ ഉന്നയിക്കുന്നത്. ഗർഭകാലത്തോ പ്രസവിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിലോ മരണമടയുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2022-നും 2024-നും ഇടയിൽ 252 ഗർഭകാല മരണങ്ങളാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഗർഭം ധരിക്കുന്ന ഓരോ 1,00,000 സ്ത്രീകളിലും 12.8 പേർ വീതം മരണമടയും. 2009-നും 2011-നും ഇടയിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത് 20% കൂടുതലാണ്. ഗർഭകാലത്തോ പ്രസവിച്ച ഉടനെയോ സ്ത്രീകൾ മരിക്കുന്നത് കുറയ്ക്കുന്നതിനായി ക്ലിനിക്കൽ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരുങ്ങുകയാണ് NHS. ഗർഭകാലത്തോ പ്രസവിച്ച ഉടനെയോ സ്ത്രീകൾ മരിക്കുന്നത് കുറയ്ക്കുന്നതിനായി ക്ലിനിക്കൽ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരുങ്ങുകയാണ് NHS എന്ന് റിപ്പോർട്ട്. പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമ്പോഴും കാര്യങ്ങൾ ശരിയായ വഴിക്കാണ് പോകുന്നതെന്ന് കരുതുന്നില്ല എന്നാണ് NHS ഇംഗ്ലണ്ടിന്റെ ചീഫ് മിഡ്വൈഫ് കേറ്റ് ബിർഡ്ജ് പറയുന്നത്. എന്തായാലും NHSന്റെ പുതിയ പരിഷ്കരണങ്ങൾ ഗർഭകാല മരണങ്ങൾ തടയുന്നതിന് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ പറയുന്നു. അതേസമയം മെറ്റേണിറ്റി മരണങ്ങൾക്കെതിരെ പ്രചരണം നടത്തുന്ന മെറ്റേണിറ്റി സേഫ്റ്റി അലയൻസ് പറയുന്നത് CMOയുടെ ഒരു തണുപ്പൻ പ്രതികരണം ഞെട്ടിക്കുന്നതാണ് എന്നാണ്. വളരെ ഗൗരവത്തോടും അടിയന്തര പ്രാധാന്യത്തോടും പരിഗണിക്കേണ്ട കാര്യമാണിതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഗർഭിണികളായ എല്ലാ സ്ത്രീകൾക്കും നേരത്തെ തന്നെ വീനസ് ത്രോംബോ എംബോളിസം വരാനുള്ള സാധ്യത വിലയിരുത്തുന്ന സൗകര്യം നൽകുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹെൽത്ത് കെയർ സിസ്റ്റമാണ് തങ്ങൾ എന്നാണ് NHS അവകാശപ്പെടുന്നത്. അടുത്ത മാർച്ച് മാസത്തോടെ നടപ്പിൽ വരും. ശരീരത്തിന്റെ അന്തർഭാഗങ്ങളിലുള്ള സിരകളിൽ രക്തം കട്ടപിടിക്കുന്ന ഈ അവസ്ഥയാണ് പ്രധാനമായും ഗർഭകാല മരണങ്ങൾക്ക് കാരണമാകുന്നത്. ഇത്തരത്തിലുള്ള അവസ്ഥ വരാൻ സാധ്യതയുള്ളവർക്ക് 72 മണിക്കൂറിനുള്ളിൽ ബ്ലഡ് തിന്നറുകൾ നൽകും. 2027 മാർച്ച് മാസത്തോടെ നടപ്പിലാക്കുന്ന മറ്റു കാര്യങ്ങളിൽ ചുഴലിദീനമുള്ള സ്ത്രീകൾക്കായി ഒരു ലോക്കൽ സ്പെഷ്യലിസ്റ്റ് ടീം രൂപീകരിക്കുമെന്നാണ്. ഗർഭവൈകല്യങ്ങൾ മാനേജ് ചെയ്യുക എന്നതായിരിക്കും അവരുടെ ജോലി. രോഗം ഗുരുതരമാകാതെ സൂക്ഷിക്കുക, ഗർഭകാലത്ത് സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന മരുന്നുകൾ യഥാസമയം ലഭ്യമാക്കുക തുടങ്ങിയവയെല്ലാം ഇവരുടെ ചുമതലയായിരിക്കും. അതോടൊപ്പം ഗർഭിണികളെ കൃത്യമായ ഇടവേളകളിൽ മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും. ആവശ്യമെങ്കിൽ NHS പെരിനേറ്റൽ മെന്റൽ ഹെൽത്ത് സർവീസിലെ സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം ഇവർക്ക് ലഭ്യമാക്കും. രക്തസ്രാവം അനുഭവപ്പെടുന്നവർക്ക് ഒബ്സ്റ്റട്രീഷ്യന്മാരുടെ സേവനവും ലഭ്യമാക്കും. ഇറാനുമായുള്ള നിലവിലെ സൈനിക സംഘർഷത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് തന്റെ നയം വ്യക്തമാക്കിയത്. സാധാരണ നിലയിലുള്ള ആക്രമണങ്ങളിലൂടെ തന്നെ ഇറാന്റെ സൈനിക ശക്തിയെ അമേരിക്ക പൂർണ്ണമായും തകർത്തിട്ടുണ്ടെന്നും അതിനാൽ ആണവായുധങ്ങളുടെ ആവശ്യം ഉദിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യവും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് തന്റെ നിലപാടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള നിലവിലെ സൈനിക സംഘർഷത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കില്ല എന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സാധാരണ നിലയിലുള്ള ആക്രമണങ്ങളിലൂടെ തന്നെ ഇറാന്റെ സൈനിക ശക്തിയെ അമേരിക്ക പൂർണ്ണമായും തകർത്തിട്ടുണ്ടെന്നും അതിനാൽ ആണവായുധങ്ങളുടെ ആവശ്യം ഉദിക്കുന്നില്ല എന്നും പറഞ്ഞ ട്രംപ് ഒരു രാജ്യവും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് തന്റെ നിലപാടെന്നും തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നു. എന്തിന് താൻ ആണവായുധങ്ങൾ ഉപയോഗിക്കണം? അവയില്ലാതെ തന്നെ വളരെ സാധാരണമായ രീതിയിൽ നാം അവരെ തകർത്തു കഴിഞ്ഞു എന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ നാവികസേന കടലിന്റെ അടിത്തട്ടിലാണെന്നും വ്യോമസേനയും റഡാർ സംവിധാനങ്ങളും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിലവിൽ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം അതിശക്തമാണെന്നും സമയം ഇറാൻ അനുകൂലമല്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചർച്ചകൾക്കായി താൻ തിടുക്കം കാണിക്കുന്നില്ല എന്നും ദീർഘകാലം നിലനിൽക്കുന്ന സുശക്തമായ ഒരു കരാറാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ മേഖലയിൽ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വീണ്ടും വർദ്ധിപ്പിച്ചു. USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പൽ കൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയതോടെ മേഖലയിലെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെ എണ്ണം 3ആയി. നിലവിൽ USS എബ്രഹാം ലിങ്കൺ അറബിക്കടലിലും USS ജെറാൾഡ് ആർ ഫോൾഡ് ചെങ്കടലിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. വിർജീനിയയിലെ നോർഫോക്കിൽ നിന്നും യാത്ര തിരിച്ച ബുഷ് ആഫ്രിക്കൻ തീരം ചുറ്റിയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിയത്. ഇറാനുമേലുള്ള സമ്മർദ്ദം ശക്തമാക്കാൻ ഈ സൈനിക നീക്കം സഹായിക്കുമെന്നാണ് പെന്റഗൺ വിലയിരുത്തുന്നത്.
ഇന്ത്യയെയും ചൈനയെയും നരകക്കുഴികൾ എന്ന് പരാമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ പരിഹസിച്ച് ഇറാൻ. അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കിട്ടതിന് പിന്നാലെയാണ് ഇറാൻ രംഗത്തെത്തിയത്. ഇന്ത്യയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് പങ്കുവച്ച ട്രംപിനെ രൂക്ഷ ഭാഷയിൽ പരിഹസിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തി. മഹാരാഷ്ട്രയുടെ സമ്പന്നമായ സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ പൈതൃകം രേഖപ്പെടുത്തുന്ന വീഡിയോ മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് ജനറൽ പങ്കിട്ടു. മഹാരാഷ്ട്രയിലേക്ക് ഒരു യാത്ര US നേതാവിന് സാംസ്കാരിക വിഷവിമുക്തമാക്കൽ ആയിരിക്കുമെന്ന് അവകാശപ്പെട്ടു. ജന്മാവകാശ പൗരത്വത്തെ വിമർശിച്ച് വംശീയ പരാമർശം പങ്കുവച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. തന്റെ ട്രൂ സോഷ്യൽ പ്ലാറ്റ്ഫോമിലാണ് കുടിയേറ്റ വിരുദ്ധ പരാമർശം അദ്ദേഹം പങ്കിട്ടത്. ഇടക്കാല തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രീതി കുറയുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ട്രംപിന്റെ നീക്കം. കടുത്ത വലതുപക്ഷ നിരീക്ഷകനും റേഡിയോ അവതാരകനുമായ മിഖായിൽ സാവേജ് സോഷ്യൽ മീഡിയയിൽ എഴുതിയ പോസ്റ്റാണ് ട്രംപ് പങ്കിട്ടത്. അമേരിക്കയിൽ ജനിച്ചവർക്കുള്ള നിയമപരമായ പൗരത്വത്തെയും പരിരക്ഷകളെയും വിമർശിച്ചായിരുന്നു പോസ്റ്റ്. ജന്മാവകാശ പൗരത്വത്തിന്റെ വ്യാഖ്യാനങ്ങൾ കുടിയേറ്റക്കാർക്ക് അനുകൂലമാണെന്നും ചൈനയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രഹത്തിലെ മറ്റേതെങ്കിലും നരകത്തിൽ നിന്നോ മുഴുവൻ കുടുംബത്തെയും അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുന്നതാണെന്നും പോസ്റ്റ് പറയുന്നു. ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ പൗരത്വം ലഭിക്കുന്നു. പിന്നീട് അവർ മുഴുവൻ കുടുംബത്തെയും ചൈനയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രഹത്തിലെ മറ്റേതെങ്കിലും നരകത്തിൽ നിന്നോ കൊണ്ടുവരുന്നു. അത് കാണാൻ നിങ്ങൾ അധിക ദൂരം പോകേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഇന്ന് വരുന്ന കുടിയേറ്റ വിഭാഗത്തിൽ ഈ രാജ്യത്തോട് വിശ്വസ്തതയില്ല എന്നും പോസ്റ്റിൽ പറയുന്നു. അമേരിക്കയുടെ USS ജോർജ് W ബുഷ് പടക്കപ്പൽ വ്യൂഹം പശ്ചിമേഷ്യയിൽ എത്തിയതായി അമേരിക്കൻ സൈന്യം. ഇതോടെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കൂറ്റൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3ആയി. അമേരിക്കയുടെ USS ജോർജ് W ബുഷ് പടക്കപ്പൽ വ്യൂഹം പശ്ചിമേഷ്യയിൽ എത്തിയതായി അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. ഇതോടെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കൂറ്റൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3ആയി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 23-ന് വിമാനവാഹിനി കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US സെൻട്രൽ കമാൻഡിന്റെ പരിധിയിലെത്തിയതായി സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. USS ജെറാൾഡ് R ഫോർഡ് ചെങ്കടലിലും USS എബ്രഹാം ലിങ്കൺ മേഖലയിലെ മറ്റു ഭാഗങ്ങളിലുമായി നിലവിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഫെബ്രുവരി അവസാനം ഇറാനെതിരെ ആരംഭിച്ച US ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾക്ക് 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് 3ാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ ഈ വിന്യാസം എന്നത് ശ്രദ്ധേയമാണ്. ഈ യുദ്ധക്കപ്പലുകൾക്കൊപ്പം പിന്തുണയ്ക്കായി മറ്റ് നിരവധി സായുധ കപ്പലുകളും മേഖലയിലുണ്ട്. ഇതിലൂടെ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 126.93 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 94.28 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 110.13 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.76 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 92.88% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് ചെയ്തവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നതാണ് ഈ ഘട്ടത്തിലെ പ്രത്യേകത. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം 92.69 ആണ്. റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയെങ്കിലും ബൂത്തിലെത്തിയ ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 12% കുറവുണ്ടായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഏപ്രിൽ 29 നടക്കുന്ന 2ാം ഘട്ട വോട്ടെടുപ്പിൽ 142 മണ്ഡലങ്ങളാണ് ജനവിധി തേടുക. ഇതുകൂടി കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യ ചരിത്രത്തിലെ സർവകാല റെക്കോർഡ് ബംഗാൾ ജനത സ്വന്തമാക്കുമോ എന്ന് അറിയാനാവൂ. 2021 സംസ്ഥാനത്ത് 82.64% ആകെ പോളിംഗ്. വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവിനെ ചൊല്ലി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര് ആരംഭിച്ചു. അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവാണ് വോട്ടർമാരുടെ കുറവായി പ്രതിഫലിച്ചതെന്ന് BJP അവകാശപ്പെട്ടു. കൃത്യമായ പരിശോധനകൾ നടന്നതുകൊണ്ടാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നതെന്നാണ് ഇവരുടെ വാദം. എന്നാൽ യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്നും ബൂത്തുകളിൽ നിന്നും ഒഴിവാക്കി BJP ജനാധിപത്യത്തെ അട്ടിമറിച്ചുവെന്ന് ഭരണകക്ഷിയായ TMC ആരോപിച്ചു. ഉയർന്ന പോളിംഗ് തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമെന്നാണ് മമതാ ബാനർജിയുടെ പക്ഷം. ജനങ്ങൾ ഇതിനോടകം തന്നെ ബംഗാളിലെ ഡ്രൈവിംഗ് സീറ്റിൽ എത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ്. TMC വീണ്ടും അധികാരത്തിലേറുമെന്നും BJPയുടെ പതനം തുടങ്ങിയെന്നും മമത അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭീകരവാദി പരാമർശത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസിന് മറുപടി നൽകി കോൺഗ്രസ്. ഖർഗെ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ടില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് വിശേഷിപ്പിച്ചെന്ന് കാട്ടി BJP നൽകിയ പരാതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷന് 24 മണിക്കൂറിനകം മറുപടി ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭീകരവാദി പരാമർശത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസിന് മറുപടി നൽകിയ കോൺഗ്രസ് നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് വിളിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഖർഗെ നൽകിയ വിശദീകരണം പൊതുമധ്യത്തിൽ ഉണ്ടെന്നും മറുപടിയിൽ ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിക്കെതിരായ വിമർശനത്തിലെ ഒരു വരി മാത്രം അടർത്തിയെടുത്ത് നൽകിയ പരാതിയിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന നികുതി ഭീകരതയാണ് ഖർഗെ ഉദ്ദേശിച്ചതെന്നും മറുപടിയിൽ വിവരിച്ചിട്ടുണ്ട്. പരാതിക്ക് മറുപടി നൽകാൻ ഖർഗെയ്ക്ക് കമ്മീഷൻ അനുവദിച്ചത് 24 മണിക്കൂർ മാത്രമാണെന്നും നോട്ടീസ് നൽകിയത് തിടുക്കത്തിലാണെന്നും കോൺഗ്രസ് വിമർശിച്ചു. സ്വാഭാവിക നീതിയുടെ ലംഘനമാണിതെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. വ്യക്തമായ മറുപടി സമർപ്പിക്കാൻ ഒരാഴ്ച കൂടി സമയം ആവശ്യമാണ്. ബി.ജെ.പി. നേതാക്കളുടെ ചട്ടലംഘനങ്ങൾ കമ്മീഷൻ കണ്ടില്ലെന്ന് നടിച്ചെന്നും കോൺഗ്രസ് വിമർശിച്ചു. സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കവേ ദൂരദർശനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നടത്തിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണെന്നും ഇതിൽ പരാതി നൽകിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല എന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആനുകൂല്യം പ്രഖ്യാപിച്ച് ചട്ടലംഘനം നടത്തിയില്ലേ എന്നും ചോദ്യമുണ്ട്. ഖർഗയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ ഭീഷണിയെ ശക്തമായി എതിർക്കുന്നുവെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാരുടെ പണിമുടക്കിനിടെ തീ കൊളുത്തിയ ഡ്രൈവർ കെ ശങ്കർ ഗൌഡ് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. 60 മുതൽ 80% വരെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ മൃതദേഹം ജന്മനാട്ടിൽ എത്തിച്ചതിന് പിന്നാലെ പ്രാദേശിക യൂണിയനുകൾ നർസാംപേട്ട ടൗണിൽ സമ്പൂർണ്ണ ബന്ദ് പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാരിനെതിരായ ജീവനക്കാർ ഒത്തുകൂടുന്നത് നിയന്ത്രിക്കാൻ നർസാംപേട്ട RTC ഡിപ്പോയ്ക്ക് പുറത്ത് കനത്ത പോലീസ് സംഘത്തെ നിലയുറപ്പിച്ചിരുന്നു. തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാരുടെ പണിമുടക്ക് അതിരൂക്ഷമാകുന്നു. പണിമുടക്കിനിടെ തീ കൊളുത്തിയ ഡ്രൈവർ കെ ശങ്കർ ഗൌഡ് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. വ്യാഴാഴ്ച നടന്ന പ്രകടനത്തിനിടെയാണ് ഇദ്ദേഹം തീ കൊളുത്തിയത്. നർസാംപേട്ട ഡിപ്പോയിലെ ഡ്രൈവറായ ഗൌഡ് സഹപ്രവർത്തകരുടെ മുന്നിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പിന്നാലെ ജീവനക്കാർ NH 565 റോഡ് ഉപരോധിച്ചു. ജീവനക്കാരന്റെ മരണത്തിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഞെട്ടലും ദുഃഖവും രേഖപ്പെടുത്തി. കുടുംബത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. RTC ജീവനക്കാരുടെ പരാതികൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡ്രൈവറുടെ മരണത്തിന് സർക്കാർ നേരിട്ട് ഉത്തരവാദിയാണെന്ന് മുൻ മന്ത്രി എറബെല്ലി ദയാകർ റാവു, മുൻ MLA പെഡ്ഡി സുദർശൻ റെഡ്ഡി എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ വെള്ളിയാഴ്ച രാവിലെ മുതോജിപേട്ടിലെത്തി ഗൌഡിന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ചു. അന്ത്യകർമ്മങ്ങൾക്കായി ഗ്രാമം ഒരുങ്ങുമ്പോൾ പ്രതിഷേധക്കാരും നിയമപാലകരും തമ്മിലുള്ള കൂടുതൽ സംഘർഷങ്ങൾ തടയാൻ നർസാംപേട്ടിലുടനീളം കനത്ത പോലീസ് സന്നാഹം ഏർപ്പെടുത്തി. അതേസമയം തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാരുടെ പണിമുടക്ക് 3ാം ദിവസത്തിലേക്ക് കടന്നു. സംസ്ഥാനത്തുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിൽ ബസ് സർവീസുകൾ തടസ്സപ്പെടുത്തുകയും ദൈനംദിന ജീവനക്കാർക്ക് കടുത്ത ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്തു. ജീവനക്കാർ മുന്നോട്ട് വെച്ച 32 ആവശ്യങ്ങളെക്കുറിച്ചുള്ള നീണ്ട ചർച്ചകളിൽ തീരുമാനമായില്ല. നിർദ്ദിഷ്ട 30% ഫിറ്റ്മെന്റ് കുറയ്ക്കാതെ 2021 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാണ് പ്രധാന ആവശ്യം. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പാമ്പുകടിയേറ്റ് 3 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൽ 2 പേർ കുഞ്ഞുങ്ങളാണെന്നത് ആ ദുഃഖത്തിന്റെ ആഴം കൂട്ടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ചൂട് വളരെ രൂക്ഷമായ ഈ കാലാവസ്ഥയിൽ പാമ്പുകടിയേൽക്കാനുള്ള സാധ്യത സാധാരണയുള്ളതിനേക്കാൾ കൂടുതലാണെന്നും അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പാമ്പുകടിയേറ്റ് 3 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പാമ്പുകടിയേറ്റ് 3 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമാണ്. അതിൽ 2 പേർ കുഞ്ഞുങ്ങളാണെന്നത് ആ ദുഃഖത്തിന്റെ ആഴം കൂട്ടുന്നു. ചൂട് വളരെ രൂക്ഷമായ ഈ കാലാവസ്ഥയിൽ പാമ്പുകടിയേൽക്കാനുള്ള സാധ്യത സാധാരണയുള്ളതിനേക്കാൾ കൂടുതലാണ്. അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം. മുഖ്യമന്ത്രി ചർച്ചകളോട് താല്പര്യമില്ല എന്ന് KC വേണുഗോപാൽ. താല്പര്യമില്ലായ്മയെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നും ചർച്ച ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഖർഗെയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയ സംഭവം വിചിത്രമായ കാര്യമാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ വെച്ച് തന്നെ പരാമർശം വിശദീകരിച്ചിരുന്നു. 24 മണിക്കൂർ മാത്രമാണ് മറുപടി നൽകാൻ സമയം നൽകിയതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രി ചർച്ചകളോട് താല്പര്യമില്ല എന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ KC വേണുഗോപാൽ താല്പര്യമില്ലായ്മയെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നും ഖർഗെയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയ സംഭവം വിചിത്രമായ കാര്യമാണ് എന്നും കൂട്ടിച്ചേർത്തു. അതേസമയം പ്രധാനമന്ത്രിയുടെ അഭിസംബോധന നഗ്നമായ ചട്ടലംഘനമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകി. പ്രധാനമന്ത്രിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ കമ്മീഷൻ നടപടി സ്വീകരിച്ചില്ല. കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ആലോചിക്കും. കോഴിക്കോട് സ്ട്രോങ് റൂം തുറന്ന സംഭവത്തിലെ പരാതിയിൽ നടപടിയില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെ BJP ഭരണത്തെ രൂക്ഷമായി വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നഗരസഭാ ഭരണം ദുസ്സഹമെന്നും മൂക്കുപൊത്താതെ നഗരത്തിലൂടെ നടക്കാൻ കഴിയില്ല എന്നും ശിവൻകുട്ടി വിമർശിച്ചു. മാലിന്യ നീക്കം ഫോട്ടോഷൂട്ടായി മാറിയെന്നും നഗരത്തിലെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല എന്നും മന്ത്രി വിമർശിച്ചു. കുടിവെള്ള പ്രശ്നത്തിന് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ല എന്ന മേയറുടെ വാദം പരിഹാസ്യമാണ്. നഗരസഭാ ഭരണത്തിനെതിരെ പ്രക്ഷോഭം ഉയർന്നു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
തിരുവനന്തപുരം നഗരസഭയിലെ ബി.ജെ.പി. ഭരണത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നഗരഭരണം ദുസ്സഹമാണെന്നും മൂക്കുപൊത്താതെ നഗരത്തിലൂടെ നടക്കാൻ കഴിയില്ല എന്നും അതിരൂക്ഷമായി വിമർശിച്ചു. മാലിന്യ നീക്കം ഫോട്ടോഷൂട്ടായി മാറിയെന്നും നഗരത്തിലെ തെരുവിളക്കുകൾ കത്തുന്നില്ല എന്നും പറഞ്ഞ മന്ത്രി നഗരസഭാ ഭരണത്തിനെതിരെ പ്രക്ഷോഭം ഉയർന്നു വരികയാണെന്നും കൂട്ടിച്ചേർത്തു. ടി.പി. സെൻകുമാറിന് മാർഷൽ ലേഖയ്ക്കുമെതിരെയും ശിവൻകുട്ടി വിമർശനം ഉന്നയിച്ചു. പോടാ പുല്ലേ പോലീസെ എന്ന മുദ്രാവാക്യത്തിന് മുൻകൂർ പ്രാബല്യം ഉണ്ടോ എന്നാണ് ശിവൻകുട്ടിയുടെ ചോദ്യം. സർവീസിലിരിക്കെ ഇവർ എടുത്ത നടപടികൾ പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സൂര്യാഘാതം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ ജോലി ഒഴിവാക്കണമെന്ന സർക്കുലർ ഇറക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പല തൊഴിലുടമകളും ഇത് പാലിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. IPL-ലെ എൽ ക്ലാസിക്കോ പോരിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ അപരാജിത സെഞ്ചുറിയിലൂടെ സഞ്ജു അടിച്ചെടുത്തത് നിരവധി റെക്കോർഡുകൾ. IPL-ന്റെ 19 സീസൺ നീണ്ട ചരിത്രത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ സെഞ്ചുറി നേടുന്ന ആദ്യ ചെന്നൈ സൂപ്പർ കിങ്സ് താരമെന്ന റെക്കോർഡാണ് സഞ്ജു ഇന്ന് അടിച്ചെടുത്തത്. IPL-ലെ എൽ ക്ലാസിക്കോ പോരിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ സെഞ്ചുറി അടിച്ചെടുത്ത് സഞ്ജു 2020 കരിയറിലെ 8ാം സെഞ്ചുറിയും IPL-ലെ 5ാം സെഞ്ചുറിയുമാണ് സഞ്ജു മുംബൈക്കെതിരെ ഇന്ന് നേടിയത്. IPL കരിയറിൽ ആദ്യമായാണ് സഞ്ജു ഒരു സീസണിൽ 2 സെഞ്ചുറികൾ നേടുന്നത്. 8 സെഞ്ചുറികൾ നേടിയതോടെ ഇന്ത്യക്കായി 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച താരങ്ങളിൽ 3ാം സ്ഥാനത്തെത്താനും സഞ്ജുവിനായി. 9 സെഞ്ചുറികൾ വീതം നേടിയിട്ടുള്ള വിരാട് കോഹ്ലിയും അഭിഷേക് ശർമ്മയുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. 8 സെഞ്ചുറികൾ നേടിയിട്ടുള്ള രോഹിത് ശർമ്മയ്ക്കൊപ്പമാണ് സഞ്ജു ഇപ്പോൾ. IPL-ലെ 5ാം സെഞ്ചുറിയോടെ IPL-ൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരങ്ങളിൽ 5ാം സ്ഥാനത്തെത്താനും സഞ്ജുവിനായി. വിരാട് കോഹ്ലി, ജോസ് ബട്ട്ലർ, ക്രിസ് ഗെയിൽ, KL രാഹുൽ എന്നിവരാണ് സഞ്ജുവിന് മുന്നിലുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിലെ നയങ്ങളിൽ വ്യാപകമായ പുനഃപരിശോധനയ്ക്കൊരുങ്ങി ഗ്രീൻ പാർട്ടി. നടപടി ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി ബ്രിട്ടന് വേണ്ടി ഒരുക്കിയ ഒരു കൂട്ടം പദ്ധതികൾ ഡെയിലി മെയിൽ പുറത്തു കൊണ്ടുവന്നതോടെ രാജകുടുംബത്തിന്റെ അധികാരം അവസാനിപ്പിക്കുക, അനധികൃത കുടിയേറ്റക്കാർക്കെല്ലാം സൗജന്യ വീടും ജോലി ചെയ്യാതെ തന്നെ വേതനവും നൽകുക, മോട്ടോർവേകളിലെ വേഗപരിധി കുറയ്ക്കുക തുടങ്ങിയ പദ്ധതികൾ ഗ്രീൻസിന്റെ നയപരിപാടികളിൽ ഉൾപ്പെടുത്തി. വേഗതാ പരിധി മണിക്കൂറിൽ 55 മൈലായി കുറയ്ക്കുന്നതും സായുധ സേനയുടെ വലിപ്പം കുറയ്ക്കുന്നതും ഉൾപ്പെടെ ഗ്രീൻസിന്റെ പല നയങ്ങളും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായി. UK-യിലെ 5 ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരുടെ രഹസ്യാരോഗ്യ വിവരങ്ങൾ ചൈനീസ് വെബ്സൈറ്റായ അലിബാബയിൽ വിൽപ്പനയ്ക്ക് വെച്ചതായി സ്ഥിരീകരിച്ച് UK സർക്കാർ. അലിബാബയിൽ 3 വ്യത്യസ്ത ലിസ്റ്റിംഗുകളിലായി കണ്ടെത്തിയത് UK ബയോബാങ്ക് പ്രൊജക്ടിലെ അംഗങ്ങളുടെ വിവരങ്ങൾ. ചോർന്നത് UK ബയോബാങ്ക് ഡേറ്റ, ജനിതക ശ്രേണികൾ, ബ്രെയിൻ സ്കാനുകൾ, രക്തസാമ്പിളുകൾ, രോഗനിർണയ രേഖകൾ തുടങ്ങിയ അതീവ നിർണായക വിവരങ്ങൾ. ഡേറ്റ ചോർച്ച കടുത്ത സ്വകാര്യതാ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തതായി അലിബാബ. ചെറുയാനങ്ങളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്താൻ ശ്രമിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഫ്രാൻസ് നാടുകടത്തും. അഭയാർത്ഥികളെ നാടുകടത്താൻ ഫ്രാൻസ് ഡൺക്രിക്കിലുള്ള ഡിറ്റൻഷൻ സെന്റർ ഉപയോഗിക്കുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മാമു. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിന് ബ്രിട്ടൻ ഫ്രാൻസിന് പണം നൽകുമെന്ന് ഡെയിലി എക്സ്പ്രസ്. പുതിയ നടപടി ലേബർ സർക്കാർ ഇമാനുവൽ മാക്രോൺ സർക്കാരുമായി ഉണ്ടാക്കിയ 660 മില്യൺ പൗണ്ടിന്റെ കരാറിന്റെ ഭാഗമായി. നാടുകടത്തലിന് ബ്രിട്ടന്റെ പൊതുഖജനാവിൽ നിന്നും ലക്ഷക്കണക്കിന് പൗണ്ട് ഫ്രാൻസിന് നൽകുകയാണെന്ന ആരോപണവുമായി റിഫോം UK. ഇറാനുമായുള്ള നിലവിലെ സൈനിക സംഘർഷത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സാധാരണ നിലയിലുള്ള ആക്രമണങ്ങളിലൂടെ തന്നെ ഇറാന്റെ സൈനിക ശക്തിയെ അമേരിക്ക പൂർണ്ണമായും തകർത്തിട്ടുണ്ടെന്നും അതിനാൽ ആണവായുധങ്ങളുടെ ആവശ്യം ഉദിക്കുന്നില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഒരു രാജ്യവും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും സമാധാന ചർച്ചകൾക്കായി താൻ തിടുക്കം കാണിക്കുന്നില്ല എന്നും ദീർഘകാലം നിലനിൽക്കുന്ന സുശക്തമായ ഒരു കരാറാണ് ലക്ഷ്യമെന്നും ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെയും ചൈനയെയും നരകക്കുഴികളെന്ന് പരാമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ പരിഹസിച്ച് ഇറാൻ ട്രംപിനെ പരിഹസിച്ച് രംഗത്തെത്തിയത് അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കിട്ടതിന് പിന്നാലെ. മഹാരാഷ്ട്രയുടെ സമ്പന്നമായ സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ പൈതൃകം രേഖപ്പെടുത്തുന്ന വീഡിയോ പങ്കിട്ട് മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് ജനറൽ. മഹാരാഷ്ട്രയിലേക്ക് ഒരു യാത്ര US നേതാവിന് സാംസ്കാരിക വിഷമുക്തമാക്കലായിരിക്കുമെന്ന് ഇറാന്റെ പരിഹാസം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ട് രേഖപ്പെടുത്തിയത് 92.88% പേർ. വോട്ട് ചെയ്തവരിൽ ഭൂരിഭാഗവും സ്ത്രീകൾ. ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയെങ്കിലും ബൂത്തിലെത്തിയ ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 12% കുറവുണ്ടായതായി സൂചന. അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് വോട്ടർമാരുടെ കുറവായി പ്രതിഫലിച്ചതെന്ന് BJP. ഏപ്രിൽ 29 നടക്കുന്ന 2ാം ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടുക 142 മണ്ഡലങ്ങൾ. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പാമ്പുകടിയേറ്റ് 3 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരിച്ചവരിൽ 2 പേർ കുഞ്ഞുങ്ങളാണെന്നത് ആ ദുഃഖത്തിന്റെ ആഴം കൂട്ടുന്നുവെന്നും മുഖ്യന്റെ പോസ്റ്റ്. ചൂട് വളരെ രൂക്ഷമായ കാലാവസ്ഥയിൽ പാമ്പുകടിയേൽക്കാനുള്ള സാധ്യത സാധാരണയുള്ളതിനേക്കാൾ കൂടുതലാണെന്നും അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും നിർദ്ദേശം.
പ്രധാനമന്ത്രിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ കമ്മീഷൻ നടപടി സ്വീകരിച്ചില്ല എന്ന് KC വേണുഗോപാൽ. മോദി ആക്ഷേപിച്ച കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഖർഗെയോട് വിശദീകരണം തേടിയ സംഭവം വിചിത്രമായ കാര്യമാണെന്നും 24 മണിക്കൂർ മാത്രമാണ് മറുപടി നൽകാൻ സമയം നൽകിയതെന്നും KC. പ്രധാനമന്ത്രിയുടെ അഭിസംബോധന നഗ്നമായ ചട്ടലംഘനമാണെന്നും പ്രധാനമന്ത്രിക്ക് കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകിയെന്നും KCയുടെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി ചർച്ചകളോട് താല്പര്യമില്ല എന്നും അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നും ചർച്ച ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നും KCയുടെ പരാമർശം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.